അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനരായ സഹോദരി സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിനെ അറിയുവാനുള്ള വഴിയിലാണല്ലോ നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സൃഷ്ടികളോട് കാരുണ്യം നിറഞ്ഞവനാണ്, സ്നേഹം നിറഞ്ഞവനാണ്, കൃപയുള്ളവനാണ്, അനുകമ്പയുള്ളവനാണ് എന്ന കാര്യങ്ങളെല്ലാം നാം കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ ഗ്രഹിച്ചു. അവൻ്റെ ഈ ഗുണങ്ങളൊക്കെ അവൻ്റെ നാമങ്ങളായി അവൻ സ്വീകരിച്ചിട്ടുണ്ട് എന്ന കാര്യവും നാം വിവരിച്ചു. അവൻ്റെ കാരുണ്യവും കൃപയും സ്നേഹവുമൊക്കെ അവൻ്റെ സൃഷ്ടികളിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത് എന്നതാണ് നാം ഇനി തിരിച്ചറിയേണ്ട മറ്റൊരു കാര്യം. അവൻ സൃഷ്ടികളെ സ്നേഹിക്കുന്നു, മനുഷ്യരായ നമ്മോട് സ്നേഹമുള്ളവനാണ് എന്നൊക്കെ ഉള്ള ഈ യാഥാർത്ഥ്യം അത് എങ്ങനെയാണ് നമുക്ക് അറിയാൻ സാധിക്കുക, എങ്ങനെയാണ് അനുഭവിക്കുവാൻ സാധിക്കുക എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അവൻ്റെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടാണ്, നിയമത്തുകൾ വർഷിച്ചുകൊണ്ടാണ് അവൻ നമ്മിലേക്ക് അവൻ്റെ കാരുണ്യവും അവൻ്റെ സ്നേഹവും അവൻ്റെ റഉഫത്തും കനിവുമെല്ലാം പ്രകടിപ്പിക്കുന്നത്. എന്താണ് നിഅമത്ത് എന്ന് പറയുന്നത്? നിഅമത്ത് എന്ന് പറയുന്നത് നമുക്ക് ഉപകാരമായി മാറുന്ന ചെറുതോ വലുതോ ആയ ഏതൊരു സംഗതിക്കും നിഅമത്ത് എന്ന് പറയും. നമുക്ക് ഗുണകരമായി മാറുന്ന, നേട്ടമായി മാറുന്ന, നന്മയായി തീരുന്ന എന്തൊക്കെയുണ്ടോ അതിനെല്ലാം നിഅമത്ത് എന്ന് പറയും. അങ്ങനെയുള്ള നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏതെല്ലാം നിഅമത്തുകളുണ്ടോ അതെല്ലാം റബ്ബിൽ നിന്ന് വരുന്നതാണ്. അവൻ നമ്മെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളങ്ങളാണ്. അവൻ നമ്മോട് കാരുണ്യമുള്ളവനാണ് എന്നതിൻ്റെ അടയാളങ്ങളാണ്. ഇങ്ങനെ അവൻ്റെ കാരുണ്യം എന്തെല്ലാം തരത്തിലുള്ള ഉപകാരമായി, ഗുണകരമായി നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുവോ അതെല്ലാം അവൻ്റെ അനുഗ്രഹത്തിൻ്റെ ഭാഗമാണ് എന്ന് നാം ആദ്യം മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ സൂറത്തു അൻ-നഹ്ൽ 16-ാമത്തെ അധ്യായം 53-ാമത്തെ വചനം ആ കാര്യം പ്രത്യേകം നമ്മെ ഉണർത്തുന്നു. വമാ ബികും മിൻ നിഅമത്തിൻ, നിങ്ങൾക്കുള്ള ഏതൊരു അനുഗ്രഹവും, വമാ ബിക്കും നിങ്ങളുടെ കൂടെയുള്ള, നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏതൊരു നിയമത്തും, ഏതൊരു ഉപകാരവും, ഏതൊരു നന്മയും, ഏതൊരു നേട്ടവും ഫമിനല്ലാഹ്, അത് അള്ളാഹുവിൽ നിന്നാണ് വരുന്നത്. അത് അള്ളാഹുവിൽ നിന്ന് തന്നെയാണ് വരുന്നത്. സുമ്മ ഇദാ മസ്സക്കുമുദ്ദുർറു, അത് നിങ്ങൾക്ക് ബോധ്യപ്പെടാതെ അല്ലെങ്കിൽ അത് നിങ്ങൾ ഗൗനിക്കാതെ ഇരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു അതിനെ മാറ്റും. അപ്പോൾ നിങ്ങൾക്ക് ദുർറായി മാറും. അഥവാ നിയമത്തിന്റെ നേരെ വിപരീതമാണ് ദുർ, ദ്രോഹമായി മാറുക. ഉപകാരമായിട്ടുള്ളതെല്ലാം നിയമത്ത് അത് എടുത്തു മാറ്റപ്പെടുമ്പോൾ നമ്മിൽ ദ്രോഹം സംഭവിക്കുന്നു. അങ്ങനെയുള്ള ദ്രോഹം സംഭവിക്കുമ്പോഴോ ഫൈദാഹും ഇലൈഹി തജ്അറൂൻ, നിങ്ങൾ അവനിലേക്ക് ബഹളം കൂട്ടുന്നത് കാണാം. എന്തൊരു പ്രയാസമാണ്, എന്തൊരു ദുരിതമാണ്, എന്തൊരു കഷ്ടപ്പാടാണ് എന്നൊക്കെ പറഞ്ഞ് അവനിലേക്ക് ചെന്നെത്തുന്ന നിങ്ങൾ, അവനോട് ചോദിക്കുന്ന, ബഹളം വെക്കുന്ന നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു ഉപകാരമുണ്ടോ അതൊക്കെയും അള്ളാഹുവിൽ നിന്നാണ് സംഭവിക്കുന്നത് എന്ന ബോധം നിങ്ങൾക്കെന്തുകൊണ്ട് വരുന്നില്ല? അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയാണ്, നിങ്ങൾക്ക് വരുന്ന ഈ എല്ലാ ഗുണങ്ങളും എല്ലാം
അള്ളാഹു നൽകുന്ന നിഅമത്തുകളിൽപ്പെട്ടതാണ്. അപ്പോൾ നാം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, അനുഭവിച്ചിരുന്ന, അനുഭവിക്കാൻ പോകുന്ന എന്തൊക്കെ ഗുണങ്ങളുണ്ടോ അതൊക്കെയും, ഏതെല്ലാം നേട്ടങ്ങളും വിജയങ്ങളും അനുകൂലമായ ജീവിത സാഹചര്യങ്ങളും ഉണ്ടോ അതൊക്കെയും റബ്ബിന്റെ അനുഗ്രഹമാണ്. ഏത് വഴിയിൽ വന്നാലും ശരി, അതിന്റെ മാർഗങ്ങൾ, അസ്ബാബുകൾ പലതായിരിക്കാം. ഒരു വ്യക്തിയിലൂടെ ആയിരിക്കാം, ചില സാഹചര്യങ്ങളിലൂടെ ആയിരിക്കാം. എങ്ങനെ വന്നാലും അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. ആ അനുഗ്രഹം അവന്റെ മശീഅത്ത് പ്രകാരമാണ് സംഭവിക്കുന്നത്. അവൻ ഉദ്ദേശിച്ചതുകൊണ്ടും അവൻ വരാൻ, അത് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചത് കൊണ്ടും മാത്രമാണ് സംഭവിക്കുന്നത് എന്ന ഈമാൻ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരണം. ഒന്ന് ശ്വസിക്കുന്നത് പോലും അത് അള്ളാഹു നൽകുന്ന നിഅമത്താണ് ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന ബോധം വരണം. നോക്കുക, എല്ലാം വദൂദായ അള്ളാഹുവിൻ്റെ, റഹ്മാനായ അള്ളാഹുവിൻ്റെ, റഊഫായ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളാണ് നമ്മിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതൊക്കെ. ആ ഒരു അള്ളാഹുവിൻ്റെ നിഅമത്ത് അവൻ തരുന്നത് അവനാണെന്ന് നമുക്ക് ബോധ്യപ്പെടാനുള്ള ചില പരീക്ഷണങ്ങൾ, അവനിൽ നിന്നാണത് തരുന്നത്, തന്നുകൊണ്ട് പരിശോധിക്കുന്നു. അവനാണത് തരുന്നത്, അത് എടുത്തു മാറ്റിക്കൊണ്ട് പരിശോധിക്കുന്നു. ഇങ്ങനെ ഒരു പരീക്ഷണം നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മളത് അറിയണം. നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു അനുകൂല സാഹചര്യവും ജീവിത ചുറ്റുപാടും നന്മയും ഗുണവും ഉപകാരവും എല്ലാം അള്ളാഹു തന്നുകൊണ്ടിരിക്കുന്നതാണ് എന്ന ഒരു ബോധം, ഒരു ദിക്ർ, അവനെ പറ്റിയുള്ള സ്മരണ നമ്മിൽ സദാ നിലനിൽക്കണം. അത് അള്ളാഹു ഉണ്ടോ എന്ന് നമ്മുടെ ഹൃദയത്തിൽ നാം അനുഭവിക്കുന്ന നിഅമത്തിന്റെ മുൻഇമ് ആര്, അനുഗ്രഹം ചൊരിയുന്നത് ആര്, അത് നിലനിർത്തുന്നത് ആര് എന്നത് നാം അറിയുന്നുണ്ടോ? അവനെ പറ്റിയുള്ള ആ അറിവ്, ജ്ഞാനം നമുക്കുണ്ടോ എന്ന് അള്ളാഹു പരിശോധിച്ചു കൊണ്ടേയിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചു സൂറത്ത് ഇൻസാൻ, ഇന്നാ ഖലഖനൽ ഇൻസാന, തീർച്ചയായും നാം മനുഷ്യനെ സൃഷ്ടിച്ചു, മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലിഹി, ഒരു നിസാരമായ, ഒരു ചെറിയ അതിസൂക്ഷ്മമായ ഒരു കണത്തിൽ നിന്ന്, ലിനബ്തലിഹി, അവനെ പരീക്ഷിക്കാനാണ്. അവനെ ഈ അനുഗ്രഹങ്ങൾ തന്നുകൊണ്ട് അത് തരുന്നവനെ ഓർക്കുന്നുണ്ടോ, അറിയുന്നുണ്ടോ എന്നത് പരിശോധിക്കുവാനാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഫജഅൽനാഹു സമീഅൻ ബസീറ, അതിനാണ് സമീഅ ആക്കിയത്, കേൾവി ശക്തി ഉള്ളവനാക്കിയത്, ബസീറാക്കിയത്, കാഴ്ച ശക്തി ഉള്ളവനാക്കിയത്, കണ്ടും കേട്ടും ബോധ്യപ്പെടാൻ. അതിനാണ് ആ ഒരു പരീക്ഷ. ഇന്നാ ഹദൈനാഹു സബീല, എന്നിട്ട് വിശുദ്ധ ഖുർആൻ അതിന്റെ ബാക്കി വിശദീകരിക്കാൻ, നാം അവന് ഒരു ജീവിത മാർഗം നിശ്ചയിച്ചു കൊടുത്തു. ഇമ്മാ ഷാക്കിറൻ വ ഇമ്മാ കഫൂറ, ഒന്നുകിൽ അവന് നന്ദി കാണിച്ച് ജീവിക്കാം, അല്ലെങ്കിൽ നന്ദി കെട്ടവനായി ജീവിക്കാം. നോക്കുക, നന്ദി പരിശോധിക്കുന്നത് നന്മ നൽകിക്കൊണ്ടല്ലേ, നേട്ടം തന്നുകൊണ്ടല്ലേ നന്ദി ഉണ്ടോ എന്ന് പരിശോധിക്കുന്നത്, അനുഗ്രഹങ്ങൾ വർഷിച്ചുകൊണ്ടല്ലേ നന്ദിയുണ്ടോ എന്ന് പരിശോധിക്കുന്നത്. നാം ഒക്കെ തെറ്റിദ്ധരിച്ച ഒരു വിഷയമുണ്ട്. പരീക്ഷണമെന്ന് പറയുന്നത് അത് കുറെ ദുരിതങ്ങൾ തരലാണെന്നും വേദനകൾ തരലാണെന്നും വലിയ രോഗങ്ങൾ തന്നുകൊണ്ടാണ് പരീക്ഷിക്കുന്നത് എന്ന ഒരു ധാരണ. അത് എങ്ങനെ, അതിനെപ്പറ്റി ഇൻഷാ അല്ലാഹ് നമുക്ക് തുടർന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. എപ്പോഴാണ് അള്ളാഹു രോഗം തരിക, എപ്പോഴാണ് അള്ളാഹു ദുരിതം കൊണ്ട് പരീക്ഷിക്കുക, അത് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. എന്നാൽ പരീക്ഷണത്തിന്റെ ബഹുഭൂരിഭാഗവും അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടാണ് ഓരോ നിമിഷവും ജീവിക്കുന്നത്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന ബോധത്തിലേക്ക് എത്താനാണ് നമുക്ക് സാധിക്കണം. മൻ അഹബ്ബ ഖൗമൻ ഇബ്തലാഹും, അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി, അള്ളാഹു ഒരു ഖൗമിനെ, ഒരു സമൂഹത്തെ, ഒരു വിഭാഗത്തെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, സ്നേഹിച്ചു കഴിഞ്ഞാൽ, അഹബ്ബ, അവനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ, ഇബ്തലാഹും, അവരെ പരീക്ഷിക്കുമെന്ന് പറയുന്നത്
അള്ളാഹു ഇഷ്ടപ്പെട്ടവരെ രോഗം നൽകിയാണോ പരീക്ഷിക്കുക? അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് എന്തിനു ദുരിതം അള്ളാഹു നൽകുന്നു? അവൻ ഇഷ്ടപ്പെട്ടവരാണവർ, അവന്റെ സ്നേഹത്തിന് പാത്രമായവരാണവർ. അവന് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുത്തുകൊണ്ടാണ് പരീക്ഷണം നടത്തുന്നത്. ഈ പരീക്ഷണം എന്തെന്ന് അറിയാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ വെറും കഠിനമായ രോഗങ്ങളെയും വേദനകളെയും പ്രയാസങ്ങളെയും മാത്രമാണ് പരീക്ഷണമെന്ന് തെറ്റിദ്ധരിച്ചത് കൊണ്ട് നമ്മെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിലെ ഓരോ അനുഗ്രഹങ്ങളെയും ഓരോ നല്ല നല്ല അനുഭവങ്ങളെയും പരീക്ഷണമായി കാണാതിരിക്കുന്നു, നന്ദി പ്രകടിപ്പിക്കാതിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമ്മെ സൃഷ്ടിച്ചത് തന്നെ അവന്റെ അനുഗ്രഹം കൊണ്ടാണ്. അവന്റെ സ്നേഹത്തിന്റെ ഭാഗമാണ്, അവന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ് നമ്മെ അള്ളാഹു സൃഷ്ടിക്കാൻ തീരുമാനിക്കുന്നത്. അവൻ നമ്മെ സൃഷ്ടിക്കുവാനുള്ള പ്രക്രിയ, അതിന്റെ ആ നടപടി തുടങ്ങുന്നത് അതുപോലും അള്ളാഹുവിന്റെ സ്നേഹത്തിന്റെയും കൃപയുടെയും ഭാഗമാണ്. വലഖദ് ഖലഖനൽ ഇൻസാന, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, തീർച്ചയായും നാം ആണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ആ ഒരു വാക്കിലൊരു പ്രത്യേകതയുണ്ട്. ഒരു വാശിയേറിയ ഫുട്ബോൾ മത്സരത്തിൽ ഒരു കളിക്കാരൻ ഗോളടിച്ചാൽ പറയുന്നൊരു വാക്കുണ്ടല്ലോ, ഞാനാണ് സ്കോർ നേടിയത്, ഞാനാണ് ഗോളടിച്ചത്. ആ ഒരു വാക്ക് പോലെ മനുഷ്യരായ ഈ ഉത്കൃഷ്ട സൃഷ്ടിയെ ഞാനാണ് സൃഷ്ടിച്ചത്. ഫി അഹ്സനി തഖ്വീം, ഏറ്റവും നല്ല ഒരു തഖ്വീമിൽ. എന്താ തഖ്വീം എന്ന് പറഞ്ഞാൽ? തഖ്വീം എന്ന് പറഞ്ഞാൽ കലണ്ടറിനാണ് പറയുക. കുറ്റമറ്റ ഒരു കണക്ക് വ്യവസ്ഥ, അതാണല്ലോ കലണ്ടർ എന്ന് പറയുന്നത്. വർഷങ്ങളുടെ, കാലങ്ങളുടെ ഗണനയുടെ കുറ്റമറ്റ വ്യവസ്ഥ. അതുപോലെ മനുഷ്യനെ ഒരു കുറ്റമറ്റ വ്യവസ്ഥയിൽ നാമാണ് സൃഷ്ടിച്ചത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നു. അത് അവന്റെ സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ്. നമ്മെ അള്ളാഹു, എന്നെ, നിങ്ങളെ ഓരോരുത്തരെയും സൃഷ്ടിക്കാൻ തീരുമാനിച്ചു എന്നത് തന്നെ. നഹ്നു ഖലഖനാഹും വശദ്ദനാ അസ്റഹും, നാം ആണ് അവനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അവന്റെ അസ്റിനെ, ഘടനയെ ശക്തിപ്പെടുത്തിയവൻ ഞാനാണ്. നോക്കുക, നമ്മുടെ പേശികൾ, ശരീരത്തിലെ പേശികൾ, അതിലെ സന്ധികൾ, അസ്ഥികൂടങ്ങൾ, ധമനികൾ, രക്തം സഞ്ചരിക്കുന്ന ഞരമ്പുകൾ, ധമനികൾ, ഗ്രന്ഥികൾ, ഓരോ എൻസൈമുകളും ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികൾ, അതൊക്കെയും കുറ്റമറ്റൊരു രൂപത്തിൽ സംവിധാനിച്ചവൻ നാം ആകുന്നു. അതെല്ലാം അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ്. അവന് നന്ദി പ്രകടിപ്പിക്കുവാനുള്ളതാണ് എന്ന ബോധം നമുക്കില്ല. നോക്കുക, ഏതാണ് നിസ്സാരമായിട്ടൊരു നിയമത്ത് നമുക്കുള്ളത്? ഏതാണ് ഒരു പരിഗണന കൊടുക്കാൻ പറ്റാത്ത നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഉപകാരങ്ങളിലുള്ളത്? നോക്കുക, നമുക്ക് നടക്കാൻ കഴിയുന്നു എന്നത് നിസ്സാരമായ കാര്യമാണോ? ആ കാൽ കൊണ്ട് ഇരിക്കാൻ കഴിയുന്നു എന്നത് നിസ്സാരമായ ഒരു കാര്യമാണോ? ആ കാലിൽ നിൽക്കാൻ കഴിയുന്നു എന്നത്, രണ്ടു കാലിൽ നിൽക്കാൻ കഴിയുന്നു എന്നത് നിസ്സാരമായ കാര്യമാണോ? നാം നടക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ നിന്ന് കൃത്യമായ മെസ്സേജുകൾ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലേക്കും പ്രവഹിച്ച് നടക്കുന്നവനാക്കുന്നത്. അതുകൊണ്ടല്ലേ നമ്മൾ നടക്കുന്നത്? അങ്ങനെയുള്ള പ്രത്യക്ഷവും പരോക്ഷവുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ കൊണ്ടാണ് നാം നടക്കുന്നത്. അതുപോലെ തന്നെ ഉറങ്ങുന്നത്. നമുക്ക് ഉറങ്ങാൻ കഴിയുന്നത് നിസ്സാരമായ ഒരു കാര്യമാണോ? വിശദീകരിക്കാൻ സമയമില്ല. ഇൻഷാ അല്ലാഹ് ഉറക്കുന്ന മഹാനുഗ്രഹത്തെപ്പറ്റി നമുക്ക് വിശദീകരിക്കാം. അതുപോലെ നമുക്ക് ഭക്ഷിക്കാൻ കഴിയുന്നു എന്നത്, കുടിക്കാൻ കഴിയുന്നു എന്നത്, സംസാരിക്കാൻ കഴിയുന്നു എന്നത്, കാണാനും കേൾക്കാനും കഴിയുന്നു എന്നത്, ചിന്തിക്കുവാനുള്ള തലച്ചോറ് തന്നത്, അതിലേക്ക് പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ മെസ്സേജുകളും ചിന്തിക്കുന്ന ഒരു ഹൃദയവും, അതേപോലെ തന്നെ ഒരു മസ്തിഷ്കത്തിന്റെ സംവിധാനവും, തലച്ചോറിന്റെ പ്രത്യേകമായ സംവിധാനവും, ഇതൊക്കെ കൊണ്ട് നാം നിലനിൽക്കുന്ന ഈ അനുകൂലമായ ഈ സാഹചര്യം എല്ലാം റബ്ബിന്റെ നിയമത്തുകളാണ്. നാം എത്ര ശുക്ർ ചെയ്തു, ഇതിനൊക്കെ എത്ര ബോധമുണ്ട്
നാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന നിത്യജീവിതത്തിൽ ഓരോ നിമിഷത്തിലും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ നിയമത്തുകളും അമൂല്യമായ വിലമതിക്കാനാവാത്ത ഒരുപാട് അനുഗ്രഹങ്ങളിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. റബ്ബിന്റെ സ്നേഹം അറിയാൻ നമുക്ക് സാധിക്കണം, അവന്റെ കൃപ അനുഭവിക്കാൻ നമുക്ക് സാധിക്കണം. ഒന്ന് ബോധമുള്ളവരാകണം നമ്മളൊക്കെ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഉപയോഗപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ. അല്ലെ, മുട്ടുമടങ്ങാത്തപ്പോൾ മാത്രം ഓർത്താൽ മതിയോ കാലിന്റെ അനുഗ്രഹം? ഇതല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരു വേദന വരുമ്പോൾ അതിന്റെ വേവലാതികൾ വൈലൈഹി തജ്അറൂൻ, അവനിലേക്ക് നിങ്ങൾ മുറവിളി കൂട്ടുകയാണ്. പക്ഷേ അനുഗ്രഹങ്ങൾ ഓരോ നിമിഷങ്ങളും തന്നപ്പോൾ അതിന് ശുക്ർ ചെയ്യാൻ നമുക്ക് സാധിച്ചില്ല. ശുക്രിന്റെ വിവിധങ്ങളായ കാര്യങ്ങളെപ്പറ്റി ഇൻഷാ അല്ലാഹ് തുടർന്ന് സംസാരിക്കാം. റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ മനസ്സിലാക്കി അവനെ അറിഞ്ഞ് ജീവിക്കുന്ന, അവനോട് അടുക്കുന്ന സ്നേഹമുള്ളവരായി ജീവിക്കുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.